മനുഷ്യൻ തീ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിഥിക് ഏജ്. മനുഷ്യൻ തീ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിഥിക് ഏജ്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധം പരുക്കൻ കല്ലുകൾ. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധം പരുക്കൻ കല്ലുകൾ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഭിംബേത്ക ഗുഹകളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ ഏതെല്ലാം? സംഘനൃത്തം, വേട്ടയാടൽ. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഭിംബേത്ക ഗുഹകളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങൾ ഏതെല്ലാം? സംഘനൃത്തം, വേട്ടയാടൽ. നായയെ ഇണക്കി വളർത്താൻ തുടങ്ങിയ കാലഘട്ടം മധ്യശിലായുഗം. നായയെ ഇണക്കി വളർത്താൻ തുടങ്ങിയ കാലഘട്ടം മധ്യശിലായുഗം. എന്നാൽ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് നവീന ശിലായുഗം. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗം. മരത്തടികൾ കൂട്ടിക്കെട്ടിയ വള്ളങ്ങൾ, ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി എന്നിവ നിലവിലുണ്ടായിരുന്നത് മധ്യശിലായുഗം. മരത്തടികൾ കൂട്ടിക്കെട്ടിയ വള്ളങ്ങൾ, ബാർട്ടർ സിസ്റ്റം അഥവാ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന രീതി നിലവിലുണ്ടായിരുന്നത് മധ്യശിലായുഗം. സ്ഥിരതാമസം ആരംഭിച്ചത് മധ്യശിലായുഗം. മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ചത് മധ്യശിലായുഗം. മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം നവീന ശിലായുഗം. മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം നവീന ശിലായുഗം. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്നത് മധ്യശിലായുഗം. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്നത് മധ്യശിലായുഗം. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ആരുടെ പ്രശസ്ത കൃതിയാണ്? ഗോൾഡൻ ചൈൽഡ്. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. ഇത് ആരുടെ പ്രശസ്ത കൃതിയാണ്? ഗോൾഡൻ ചൈൽഡ്. ഹൻസ്കി കർണാടകയിലാണ്. അൾട്ടാമിറ സ്പെയിനാണ്. ഇവ രണ്ടും പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് അറിവ് ലഭിച്ച സ്ഥലങ്ങളാണ്. ഹൻസ്കി കർണാടക, അൾട്ടാമിറ സ്പെയിൻ.